വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുമ മിസ്സാണ്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എക്സാമിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ വായിച്ചൊക്കെ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. അപ്പം ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ടാണ് ഇന്ന് അരുമ മിസ് എത്തിയിരിക്കുന്നത്. ചോദ്യം നമുക്ക് നോക്കാം. കുട്ടികളോട് ഡോക്ടർ രോഗങ്ങളെക്കുറിച്ച് എന്തെല്ലാമായിരിക്കും പറഞ്ഞിരിക്കുക? നോക്കിക്കേ, നിങ്ങൾ ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ട് അല്ലേ? ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾ ആരെയാ കാണുന്നത്? ഇവിടെ ഒരു ഡോക്ടർ ആൻറ്റിയെ കാണുന്നുണ്ട് അല്ലേ? നിങ്ങൾ നോക്കിക്കേ, ഡോക്ടർ ആൻറ്റിയുടെ ചുറ്റും ആരുണ്ട്? കുറേ കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളോട് ഡോക്ടർ ആൻറ്റി എന്തൊക്കെയായിരിക്കും പറയാൻ സാധ്യതയുണ്ടാവുക? എന്തിനെ കുറിച്ചായിരിക്കും ഡോക്ടർ ആൻറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക? രോഗങ്ങളെ കുറിച്ചായിരിക്കും അല്ലേ? പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്. എല്ലാ രോഗവും എല്ലാവരിലേക്കും പകരാൻ സാധ്യതയുള്ള രോഗങ്ങളാണോ, അല്ലെങ്കിൽ രോഗങ്ങൾ പകരാത്ത രോഗങ്ങൾ മാത്രമാണോ ഈ ലോകത്തുള്ളത്? അങ്ങനെ കുറേ കാര്യങ്ങൾ അല്ലേ അവർക്ക് വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എന്തൊക്കെയായിരിക്കും പറഞ്ഞു കൊടുത്തതെന്നൊന്ന് ആലോചിച്ച് നോക്കിയാലോ? അപ്പൊ നമുക്ക് പറയാം അല്ലെ, രോഗങ്ങൾ പ്രധാനമായിട്ടും 2 തരത്തിലാണുള്ളത്. ഒന്നെന്താണ്? ജീവിത ശൈലികൾ കൊണ്ടുണ്ടാവുന്ന ജീവിതശൈലീ രോഗങ്ങൾ. രണ്ടാമത്തേത് പകർച്ചവ്യാധികൾ അല്ലെ. അതായത് പകർച്ചവ്യാധി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ മറ്റൊരാൾക്കും കൂടെ വരും. അയാളെ ചുറ്റിപ്പറ്റിയിട്ട് അയാൾ പോകുന്ന സ്ഥലത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ രോഗം വരാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും കൊറോണ ഓർമ്മയില്ലേ? കൊറോണയ്ക്ക് എന്തായിരുന്നു അല്ലേ? കൊറോണയുള്ള ഒരു രോഗിയുടെ അടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കും കൊറോണ വരും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ മാസ്ക് ഇട്ട് സാനിറ്റൈസറൊക്കെ അടിച്ച് വളരെ കെയർഫുൾ ആയിട്ടായിരിക്കും നമ്മൾ നിൽക്കുക. അപ്പം അങ്ങനെയുള്ള രോഗങ്ങളാണ് പകരുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ എന്ന് പറയുക. ചിക്കൻ ബോക്സ് പകരും അല്ലേ? അങ്ങനെ കുറേ രോഗങ്ങളുണ്ട് പകരുന്നത്. എന്നാൽ പകരാത്ത രോഗങ്ങളുണ്ട് അല്ലേ? അതായത് നമ്മുടെയൊക്കെ ജീവിതശൈലികൾ കൊണ്ട് വരുന്ന രോഗം. ഫോർ എക്സാമ്പിൾ പ്രമേഹം അല്ലേ, ബ്ലഡ് പ്രഷർ കൂടുക, ഇതൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? നമ്മൾ നല്ലോണം അടുത്ത് അല്ലെ ഫുഡൊക്കെ കഴിച്ച് കുറേ ഫുഡുകൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ അനാവശ്യമായിട്ട് ഫുഡ് വാരി കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള പല അസുഖങ്ങളും വരുന്നത്. ഇനി മറ്റൊരു അസുഖമാണ് ക്യാൻസർ അല്ലേ. ഈ ക്യാൻസർ എങ്ങനെയാണ് ഉണ്ടാവുക? അതും പല കാരണങ്ങൾ കൊണ്ട് ക്യാൻസർ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ക്യാൻസർ എന്ത് ചെയ്യില്ല, ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പകരൂല അല്ലെ. അങ്ങനെ എന്ത് ചെയ്യും? അത് ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളിൽ തന്നെയായിരിക്കും ഉണ്ടാവും. പല്ലുവേദന അല്ലെ, നിങ്ങൾക്ക് പല്ലുവേദന വന്നാൽ നിങ്ങൾക്കേ പല്ലുവേദന ഉണ്ടാവും, വേറെ ആർക്കും അത് പകരില്ല. അപ്പൊ വ്യക്തി ശുചിത്വം പാലിച്ചില്ലെങ്കിൽ പലവിധ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. വയറിളക്കം, ജലദോഷം, ചൊറി, ചുണങ്ങ് തുടങ്ങിയ അവയിൽ ചിലതാണ്. ശുചിത്വം പാലിച്ചാൽ പല രോഗങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? അകറ്റി നിർത്താൻ വേണ്ടി പറ്റും. അപ്പൊ എങ്ങനെ ശുചിത്വം പാലിക്കുക? 2 നേരം പല്ല് തേക്കണം, നഖങ്ങൾ വളർന്നാൽ വെട്ടിക്കളയണം, മിതമായിട്ട് ആഹാരം കഴിക്കണം, ആഹാരത്തിന് മുൻപും പിൻപും കൈയും കാലും ഒക്കെ നല്ല വൃത്തിയായിട്ട് കഴുകണം, വായും നല്ലപോലെ കഴുകണം അല്ലെ. മാത്രമല്ല, മലമൂത്ര വിസർജനം ചെയ്തു കഴിഞ്ഞാൽ കൈകൾ സോപ്പിട്ട് കഴുകുകയും വേണം. പറ്റാവുന്ന സാഹചര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുക? മാസ്ക് ധരിക്കുക അല്ലെ. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാം. അപ്പൊ വ്യക്തി ശുചിത്വം പോലെ തന്നെ പ്രധാനമാണ് എന്ത്? പരിസര ശുചിത്വം അല്ലെ. നമ്മൾ മാത്രം വൃത്തിയായ പോരാ, നമ്മുടെ ചുറ്റുപാടും എന്ത് ചെയ്യണം? വൃത്തിയാക്കണം. നമ്മൾ നല്ല അടിപൊളിയായി കുളിച്ചിട്ട് നമ്മുടെ വീടിന്റെ ചുറ്റും ഫുൾ പച്ചക്കറികളുടെ വേസ്റ്റ്, മാലിന്യങ്ങൾ ഇതൊക്കെ കുമിഞ്ഞു കൂടി കിടന്നാൽ നമുക്ക് അസുഖങ്ങൾ വരുമോ ഇല്ലയോ? തീർച്ചയായിട്ടും വരും അല്ലേ. ഈ മാലിന്യങ്ങളുടെ ഇടയിലേക്ക് എലി വരും, കൊതുകുകൾ ഉണ്ടാവും, അങ്ങനെ നമുക്ക് രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? വ്യക്തി ശുചിത്വം പോലെ തന്നെ നമ്മൾ പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക അല്ലെ. ചപ്പുചവറുകൾ കൂട്ടിയിടുന്നത്, മലിനജലം കെട്ടിക്കിടക്കുന്നത്, തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നത് എന്നിവയൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഒഴിവാക്കണം. അപ്പൊ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ കുട്ടികൾക്കും മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.